Okay, in this video lecturing, we are going to cover the Ethernet, the another interconnected network used in distributed embedded system. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത് I2C ബസ് ആയിരുന്നു. ഇവിടെ നമ്മൾ എത്തർനെറ്റ് പഠിക്കാൻ പോവാണ്. എത്തർനെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോലെയുള്ളൊരു സംഭവമാണ്. എത്തർനെറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഫോർ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് എത്തർനെറ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IEEE 802.3 ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്. ഇനി നമ്മുടെ എത്തർനെറ്റിൻ്റെ ഫിസിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. അതായത് നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ബസ്സേ ഉണ്ടാവുള്ളൂ, ഒരു സിംഗിൾ സിഗ്നൽ പാത്ത് മാത്രമേ ഈ പറയുന്ന ഇൻ്റർനെറ്റിനകത്ത് കാണത്തുള്ളൂ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഓർഗനൈസേഷൻ ആണെന്ന് പറയാൻ മെയിനായിട്ട് കാരണം. ഓക്കെ, ഇതുപോലെ തന്നെ ഈ പറയുന്ന ഇൻ്റർനെറ്റ് ഏറ്റവും കൂടുതൽ എംബഡഡ് കമ്പ്യൂട്ടിങ്ങിന് യൂസ് ചെയ്യുന്നതിന് കാരണം അതിൻ്റെ ലോ കോസ്റ്റും യൂബിക്വിറ്റിയും തന്നെയാണ് ഈ പറയുന്ന ഇൻ്റർനെറ്റിനെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, എംബഡഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് മെയിൻലി ഇതെന്ന് പറയുന്നത് ഒരു എന്താണ് ഫിസിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ തന്നെയാണ്. ഇനി നമ്മുടെ I2C ബസ് പോലെ അത് ഈ പറയുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് സിങ്ക്രണൈസ്ഡ് അല്ല. അതായത് I2Cയിലായിരുന്നപ്പോൾ നമുക്ക് ഡേറ്റ പാസ് ചെയ്യണമെങ്കിലും അതിനു മുന്നേ തന്നെ നമ്മൾ SCL എന്ന് പറയുന്ന സീരിയൽ ക്ലോക്ക് ലൈൻ ഹൈ ആക്കുകയും പിന്നെ അതിനെ ഡേറ്റ ട്രാൻസ്മിഷൻസ് SDL വഴി നടത്തുകയും ചെയ്യുമായിരുന്നു. ബട്ട് ഇൻ ദിസ് കേസ് ദർ ഇസ് നോ സിങ്ക്രണൈസേഷൻ. ഇഫ് എനി ഡിവൈസസ് വാണ്ട് ടു സെൻഡ് എ ഡേറ്റ ഇറ്റ് ക്യാൻ ബി സെൻഡ് ത്രൂ ദ സിംഗിൾ ഡേറ്റ ബസ് വഴി അതിന് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ്റർനെറ്റ് ആർ നോട്ട് synchronized. They can send their bits at any time. Send ചെയ്യാൻ പറ്റും. Since Ethernet, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, if it is not a synchronized one, definitely there will occur some type of a collision ഉണ്ടാകും. Since Ethernet nodes are not synchronized, if two nodes decide to transmit at the same time, the message will be ruined. ഒരേ സമയത്ത് രണ്ട് നോഡ്സുകൾ മെസ്സേജ് പാസ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ഈ പറയുന്ന മെസ്സേജ് എന്ത് ചെയ്യും, ലോസ്റ്റ് ആയി പോകും. ഇനി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബസ്സിനകത്ത് ഇതേപോലെ പ്രശ്നം വരുന്ന സമയത്ത് ബസ് ടോപ്പോളജിയിൽ നമ്മൾ പ്രശ്നം വരുമ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള ആർബിട്രേഷൻസ് പഠിച്ചു, ഫെയർ ആർബിട്രേഷനും ഫിക്സഡ് ആർബിട്രേഷനും. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ആൻ ആർബിട്രേഷൻ കോൾ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളിഷൻ ഡിറ്റക്ഷൻ, CSMA/CD. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എ നോഡ് ദാറ്റ് ഹാസ് എ മെസ്സേജ് വെയിറ്റ്സ് ഫോർ ദ ബസ് ടു ബിക്കം സൈലൻറ്റ് ആൻഡ് ദെൻ സ്റ്റാർട്ട്സ് ട്രാൻസ്മിറ്റിംഗ്. അപ്പം ഏതെങ്കിലും ഒരു നോഡിന് അതിന് ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് ഇറ്റ് വിൽ ലിസൺ ദി ചാനൽ. അത് ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഇറ്റ് വിൽ സ്റ്റാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം രണ്ട് നോഡുകൾ ഒരുമിച്ച് തന്നെ ലിസൺ ചെയ്യുന്നു. ഒരുമിച്ച് ലിസൺ ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ടൈം ദ ബസ് വിൽ ബി ഫ്രീ ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഡേറ്റാസ് പാസ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് എന്ത് പറ്റും, കൊളിഷൻ വരും. It simultaneously listens and if it hears another transmission that interfere with the transmission, അതായത് ഒരു നോഡ് സെൻഡ് ചെയ്യുന്ന അതേ ലിസൺ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വേറെ നോഡ് ലിസൺ ചെയ്യുവാണെങ്കിൽ there is a chance and while at that time when they are listening at that time the channel is actually free. ആ സമയത്ത് എന്ത് ചെയ്യും, both of the nodes will start to send the data. At that time the collision will happen. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇത് ട്രാൻസ്മിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറ്റ് വിൽ അഗെയിൻ വെയിറ്റ് ഫോർ ഫ്യൂ സെക്കൻഡ്. വീണ്ടും എന്ത് ചെയ്യും, അത് ട്രൈ ചെയ്യും റീട്രാൻസ്മിറ്റ് ചെയ്യാൻ. ഇതാണ് എന്താണ് നമ്മുടെ CSMA/CD എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നോക്കുക, ഇതാണ് എൻ്റെ ഫിഗർ കാണിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ ഇൻ്റർനെറ്റ് ചാനൽ ഫ്രീ ആണോ എന്ന് നോക്കി. ഫ്രീ ആണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ട്രാൻസ്മിറ്റ്. ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ വെയിറ്റ് ഫോർ എ സെക്കൻഡ്, എത്രയെങ്കിലും ഒരു റാൻഡം ടൈം സെക്കൻഡ് അതെന്തെയും വെയിറ്റ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ഫ്രീ എന്തെയും ഡേറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. വൈൽ ട്രാൻസ്മിറ്റിംഗ് ഇഫ് എനി കൊളിഷൻ ഹാപ്പൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൊളിഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, വീണ്ടും പോവും. എന്നിട്ട് വീണ്ടും ഡേറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകും. ഇപ്പം ചെയ്ത് കംപ്ലീറ്റ് ആയി, എല്ലാ ഡേറ്റാസും കംപ്ലീറ്റ് ആയെങ്കിൽ ഫിനിഷ് ആവും. ഇപ്പോൾ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൊളിഷൻ വരുന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, ആ പറയുന്ന ട്രാൻസ്മിഷൻ അബോർട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈം വെയിറ്റ് ചെയ്യും. അപ്പം
വെയിറ്റ് ചെയ്തിട്ട് ഓരോ തവണയും ഇത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരുമ്പം ആ പറയുന്ന ഒരു കൗണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഇൻക്രിമെൻ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് വീണ്ടും വരുന്ന സമയത്ത് എഗെയിൻ എന്താണ്, വീണ്ടും വേറൊരു പ്രോസസ്സ് ഇതുപോലെ ആണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും അതിൻ്റെ ട്രാൻസാക്ഷൻ വേറൊരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ അബോട്ട് ആകും, വീണ്ടും ടൈം എടുക്കും, വീണ്ടും എന്ത് ചെയ്യും, ഇൻക്രിമെൻ്റ് ആകും. ഇത് നടക്കുന്നത് ഒരു എക്സ്പെണൻഷ്യൽ ടൈമിലാണ് ഈ പറയുന്ന ഇൻക്രിമെൻറ്റേഷൻ എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാക്ക് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് ആണ്. അത് നിങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് പഠിച്ചിട്ടുണ്ട്. എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫിഗർ എന്ന് പറയുന്നത്. അതിനകത്ത് എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഇത് നോക്കണേ, ഇത് ഓക്കെ I²C ബസ്സിൻ്റെ ആണ്. ഇത് ഞാൻ വിട്ടുപോയൊരു സംഭവം, ഇത് ലാസ്റ്റ് പഠിപ്പിക്കാം. ഇനി എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് അൽഗോരിതം എന്താണെന്ന് നോക്കാം. അതായത് ഇൻ്റർനെറ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കൊളിഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ റിസോൾവ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് അൽഗോരിതം എന്ന് പറയുന്നത്. സോ എന്താണ്, നമ്മുടെ ഇൻ്റർനെറ്റിനകത്ത് എന്തെങ്കിലും കൊളിഷൻ വന്നു കഴിഞ്ഞാൽ ഹൗ വി ക്യാൻ ഏബിൾ ടു റിസോൾവ്, വി ആർ റിസോൾവിങ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദിസ് എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് അൽഗോരിതം. ഇതിനകത്ത് ഒരു മെസ്സേജ്, ഒരു കൊളിഷൻ വന്നു കഴിഞ്ഞാൽ ആ മെസ്സേജ് റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് ടൈം പറയുന്നുണ്ട്. ഓക്കെ, ഒരു കൊളിഷൻ വന്നു കഴിഞ്ഞാൽ അതിന് റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് ടൈം പറയുന്നുണ്ട്. ഇത്ര സമയം കഴിഞ്ഞിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു നോഡിൻ്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് K/T സ്ലോട്ടാണ്. ഒരു നോഡ്, ഒരു ഡിവൈസ്, നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിൻ്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് K/T സ്ലോട്ടാണ്. എന്താണ് ഈ T സ്ലോട്ട് എന്ന് പറയുന്നത്? ഒരുപാട് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ പാരാമീറ്റേഴ്സ് എന്തെന്ന് നോക്കാം. സ്മോൾ ലെറ്റർ ടീനെയും 2Tനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന T സ്ലോട്ട് ഇരിക്കുന്നത്. T എന്താണ്? ഒരു നെറ്റ്വർക്കിനകത്ത് വരാൻ പറ്റുന്ന മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ, എന്തോരം ഡിലേ വരാം. അപ്പം മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ ഇൻ ദ നെറ്റ്വർക്കാണ് എന്താ സ്മോൾ T എന്ന് പറയുന്നത്. 2T എന്ന് പറഞ്ഞാൽ ഒരു നോഡിൻ്റെ മാക്സിമം ടൈം, എന്തോരം ടൈം എന്നുള്ളതാണ്, അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് 2T. ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് നെറ്റ്വർക്കിൻ്റെ, ഇതെന്ന് പറയുന്നത് ഒരു നോഡിൻ്റെ. അപ്പോൾ ഈ പറയുന്നതിനെ 2Tനെ നമുക്ക് ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു നോഡിൻ്റെ കംപ്ലീറ്റ് വെയിറ്റിംഗ് ടൈമിനെ ഡിഫറെൻറ്റ് സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ആ പറയുന്ന ഡിഫറെൻറ്റ് സ്ലോട്ടിൻ്റെയാണ് നമ്മൾ T സ്ലോട്ട് എന്ന് ഇവിടെ തന്നിരിക്കുന്നത്. സോ ദിസ് T സ്ലോട്ട്സ് ഈസ് ആക്ച്വലി ദ ഡിവിഷൻ, വൺ ഓഫ് എ ഡിവിഷൻ ഓഫ് ദി കംപ്ലീറ്റ് എക്സിക്യൂഷൻ ടൈം ഓഫ് എ സിംഗിൾ നോഡ്. ഒരു സിംഗിൾ നോഡിൻ്റെ മാക്സിമം ടൈമിൻ്റെ ഒരു ഡിവിഷനാണ് T സ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പം T സ്ലോട്ട് ആർ ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയസ് പാരാമീറ്റേഴ്സ്. T എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ, നെറ്റ്വർക്കിനകത്തുള്ള മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ. 2T എന്ന് പറഞ്ഞാൽ മാക്സിമം ടൈമാണ്. ഈ പറയുന്ന മാക്സിമം ടൈമിനെ നമ്മൾ ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന അതിന് ഒരു സ്ലോട്ടാണ് നമ്മൾ T സ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവിടെ തന്നിരിക്കുന്ന K, വെയിറ്റിംഗ്, ഒരു നോഡിൻ്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ K/T സ്ലോട്ടാണ്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഈ T സ്ലോട്ട് ഇൻക്രിമെൻ്റ് ആകും. അതെങ്ങനെയാണെന്ന് പറയാം. K എന്ന് പറഞ്ഞാൽ റാൻഡം നമ്പർ ചൂസൺ ബിറ്റ്വീൻ ഇൻ ദ റേഞ്ച് 0 to 2⁻n−1. K എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ തവണയും, അപ്പം ആദ്യത്തെ തവണ ബാക്ക് ഓഫ്, അതായത് അബോട്ട് ആയെങ്കിൽ അതെന്താകും, ഫസ്റ്റ് K 1 ആകും. രണ്ടാമത്തെ തവണ അബോട്ട് ആകുമ്പോൾ Kയുടെ വാല്യൂ 2 ആകും. അപ്പോൾ ഇങ്ങനെ Kയുടെ വാല്യൂ ഓരോ തവണയും ആ സെയിം പാക്കറ്റ് തന്നെ അബോട്ട് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന Kയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 0 മുതൽ എവിടം വരെ റേഞ്ച് ചെയ്യാം, 0 മുതൽ 2⁻n−1 വരെ റേഞ്ച് ചെയ്യാം. N എന്ന് പറഞ്ഞാൽ കൊളിഷൻ നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് എ പാക്കറ്റ്. ഒരു പാക്കറ്റിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ പാക്കറ്റിനും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൊളിഷൻ നമ്പർ ഉണ്ടായിരിക്കും. അതാണ് ഈ പറയുന്ന N എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരേ സെയിം പാക്കറ്റ് ആണെങ്കിൽ റേഞ്ച് മാറുന്നത് ആരാണ്? K ആണ് മാറുന്നത്. ഈ N എന്ന് പറയുന്നത് സെയിം കൊളിഷൻ നമ്പർ ആയിരിക്കുമല്ലോ. ഒരേ പാക്കറ്റ്, ഏത് പാക്കറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു പാക്കറ്റ്, 2-3 പാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഓരോ പാക്കറ്റിനും ഓരോ കൊളിഷൻ നമ്പർ ആയിരിക്കും. അപ്പം ഈ ഓരോ സമയത്തും എന്ത് പറ്റും, നമ്മുടെ ഈ പറയുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യാണ് ബിക്കോസ് ഓഫ് ദിസ് വേരിയേഷൻ ഓഫ് K.
ഈ പറയുന്ന കെയുടെ വേരിയേഷൻ കാരണം ഈ പറയുന്ന സംഭവം എന്ത് ചെയ്യാൻ കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ പറയുന്ന ഒരു ഗ്രാഫിനകത്ത് പറയുന്നത്. ഇവിടെ ഒരു വെയിറ്റിംഗ് ടൈം പോകുന്നുണ്ട്, എത്ര നമ്പർ ഓഫ് കുറേ അറ്റംപ്സുകൾ നടത്തുന്നു, നമ്പർ ഓഫ് അറ്റംപ്സ്. ഇതിനകത്ത് 2 പറയുന്നുണ്ട്. ഇത് റാൻഡംലി ഡിറ്റേർഡ് ടൈമേഴ്സ്, അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈം, റാൻഡമായിട്ട് നമ്മൾ ടൈം ചൂസ് ചെയ്യുന്നു. ഈ പറയുന്നതായിരിക്കും എക്സ്പൊണൻഷ്യൽ, അതായത് ഈ പറയുന്ന വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പം ഇങ്ങനെ ആയിരിക്കും ബാക്ക് ഓഫ് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബാക്ക് ഓഫ് നിൽക്കുന്ന, എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് കിട്ടുന്ന ആൾക്ക് എന്ത് ചെയ്യും, ചാൻസ് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചാൻസ് കൊടുക്കും. അങ്ങനെയാണ് ഈ എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് അൽഗോരിതം വർക്ക് ആവുന്നത്. ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഇത് എഴുതണം. The waiting time is random ആണെന്ന് നമ്മൾ പറഞ്ഞു, but weighted by an exponential function of the number of times the message has been aborted. എത്ര തവണ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് അബോർട്ട് ആകുന്നുണ്ടോ അത്രയും തവണ എന്ത് ചെയ്യും, എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, കൂടും. Exponential back off technique helps to ensure that the network does not become overloaded at high demand factor. അതായത് എക്സ്പൊണൻഷ്യലി ബാക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താവത്തില്ല, അധികം കൺജസ്റ്റഡ് ആവത്തില്ല. അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കൺജസ്റ്റഡ് ആകാതിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്, കൊളിഷൻ റിസോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ്. A random factor in the wait time minimizes the chance that 2 messages will repeatedly interfere with each other. അപ്പം റാൻഡം ഫാക്ടർ നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ പാക്കറ്റും, ഇപ്പോൾ 2 പാക്കറ്റ് ഒരു 2 നോഡ് 2 ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ഒരേ സമയത്ത് സെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ 2 പാക്കറ്റ്സിൻ്റെയും കൊളിഷൻ നമ്പർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അതിന് നമ്മൾ റാൻഡമായിട്ട് ടൈം 2 പാക്കറ്റിനും കൊടുക്കുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരുമിച്ച് 2 പാക്കറ്റുകളും ഒരേ സമയത്ത് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചാൻസ് കുറയും ആ സമയത്ത്. കാരണം നമ്മൾ എടുക്കുന്ന റാൻഡം ടൈം 2 പേർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും, ഒരിക്കലും പിന്നീട് 2 പാക്കറ്റ് ആദ്യമേ കൊളിഷൻ നടന്ന 2 പാക്കറ്റ് ഒരുമിച്ച് പിന്നീട് കൊളിഷൻ നടക്കത്തില്ല. The maximum length of an Ethernet is determined by the node's ability to detect collision. അപ്പം എതർനെറ്റ് നമ്മൾ സെൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ നോഡുകൾക്ക് എത്രത്തോളം ഈസി ആയിട്ട് കൊളിഷനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും അനുസരിച്ചിരിക്കും നമ്മൾ എതർനെറ്റ് വഴി സെൻഡ് ചെയ്യുന്ന പാക്കറ്റുകളുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ എതർനെറ്റിൻ്റെ പാക്കറ്റ് ഫോമാറ്റ് എങ്ങനെയാണ്, ഒരു പ്രിയാമ്പിൾ കാണും, ഒരു സ്റ്റാർട്ട് ഫ്രെയിം കാണും, അതുപോലെ അതിൻ്റെ ഡെസ്റ്റിനേഷനും സോഴ്സ് അഡ്രസ്സും, എന്തോരം ബിറ്റ് ഓഫ് ലെങ്ത് ആണ് പാസ് ചെയ്യുന്നത്, അതിൻ്റെ ഡേറ്റ, പാഡിംഗ് ആൻഡ് CRC സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, നമ്മുടെ ചെക്സിന് എറർ ചെക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് ഇവിടെ ഡേറ്റ പേലോഡ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ലെങ്ത് ആയിരിക്കും, കാരണം നമ്മുടെ പാക്കറ്റിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡേറ്റ പേലോഡിന് ഡിഫറെൻ്റ് ആക്കാൻ പറ്റും. അപ്പോൾ മെസ്സേജ് വലുതാണെങ്കിൽ പാക്കറ്റിൻ്റെ സൈസ് വെച്ചിട്ടല്ലേ എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്നത് അതിനാണ് നമ്മൾ ഡേറ്റ പേലോഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇഥർനെറ്റിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇഥർനെറ്റിൻ്റെത്. ഞാനവിടെ ലാസ്റ്റ് വീഡിയോയിൽ I²C പഠിപ്പിച്ച സമയത്ത് ഞാനൊരു കണ്ടൻറ്റ് വിട്ടുപോയിട്ടുണ്ട്. അതാണ് ഈ പറയുന്നത്, അതായത് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഗ്രാഫ് ഫോർ ആൻ I²C ബസ് മാസ്റ്റർ. ഇതാലോചിക്കണം, I²C ബസ് പഠിപ്പിച്ച സമയത്ത് ഞാൻ വിട്ടുപോയൊരു ചെറിയൊരു പോർഷനാണിത്. അതെന്ന് പറയുന്നത് ട്രാൻസിഷൻ ഗ്രാഫ് ഫോർ ആൻ I²C ബസ്സാണ്. അതായത് നമ്മൾ I²C ബസ് ഒരു ഡേ ടൈം ട്രാൻസ്മിറ്റ് ഇല്ലാത്ത സമയത്ത് ഐഡിലായിരിക്കും. എപ്പോഴാണോ ഒരു സ്റ്റാർട്ട് സിഗ്നൽ വരുന്നത് ആ സമയത്ത് അതിൻ്റെ ഏത് ഡിവൈസിൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ എന്തും കൂടെ വെച്ചിട്ട്, ഇപ്പം ഡിവൈസിൻ്റെ ഒരു അഡ്രസ്സ് കിട്ടും, ആ അഡ്രസ്സും 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അത് റീഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് മീനിങ്. 1 ആണെങ്കിൽ റീഡ് ചെയ്യാൻ, അടുത്തത് അഡ്രസ്സും അതിൻ്റെ 0 ആണ് പോകുന്നതെങ്കിൽ അതെന്ത് ചെയ്യായിരിക്കും, റൈറ്റ് ചെയ്യുവാനായിരിക്കും പോകുന്നത്. എപ്പോഴാണോ ഈ പറയുന്ന ഡേറ്റാസ് കംപ്ലീറ്റ് ആവുന്നത്, ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആവുന്നത്, അതെന്ത് ചെയ്യും, അവസാനം വേറൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് നമ്മുടെ I²C ബസ് എന്ന് പറയുന്നത് ഐഡിൽ സ്റ്റേറ്റിനകത്തേക്ക് പോകും. ഇതാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം. വീണ്ടും നമുക്ക് ഓരോ ഇതിൽ നിന്നും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, വീണ്ടും റീഡ് ചെയ്യാൻ പോവാം, വീണ്ടും തിരിച്ചു വരാം, വീണ്ടും റീഡ് ചെയ്യാൻ പോവാം. അതുപോലെ തന്നെയാണ് ഇവിടെ വീണ്ടും റൈറ്റ് ചെയ്യാൻ പോവാം, അതാണ് ബാക്കിലേക്ക് പോകുന്ന ആരോ. പിന്നെ എല്ലാ ഡേറ്റയും കിട്ടിക്കഴിയുമ്പോൾ ഗെറ്റ് ഡേറ്റ, സെൻഡ് ഡേറ്റ, ഓരോ തവണയും ഡേറ്റാസ് കിട്ടിക്കഴിഞ്ഞാൽ ഗെറ്റ് ഡേറ്റ ആൻഡ് ഡേറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ സെൻഡിങ് ദ ഡേറ്റ. ഇത്രയും കാര്യങ്ങളാണ് I²C ബസ്സിൽ നമ്മൾ മിസ് ചെയ്ത പോർഷൻ. അപ്പോൾ നെക്സ്റ്റ് ഇനി ഒന്നും കൂടെ ഉള്ളൂ, അതെന്ന് പറഞ്ഞാൽ ചെറിയ പോർഷനാണ്, അതായത് ഫീൽഡ് ബസ്. അതും കൂടി പറഞ്ഞു നടത്താം. അപ്പം നമ്മുടെ ഈ പറയുന്ന
നെറ്റ്വർക്ക്സ് ഇൻ്റർകണക്റ്റഡ് നെറ്റ്വർക്ക്സ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് എംബഡഡ് സിസ്റ്റം കംപ്ലീറ്റ് ആവും. ഫീൽഡ് ബസ് ലാസ്റ്റ് വൺ. മാനുഫാക്ചറിങ് സിസ്റ്റം റിക്വയേഴ്സ് നെറ്റ്വർക്ക്ഡ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് അല്ലേ. ഇൻപുട്ട് ഔട്ട്പുട്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ സെൻസറും ആക്ച്വേറ്റേഴ്സും നമ്മുടെ നെറ്റ്വർക്ക്സിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, അത് പ്രത്യേകിച്ച് എംബഡഡ് സിസ്റ്റത്തിനകത്ത്. ഫീൽഡ് ബസ് ഇസ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഇൻഡസ്ട്രിയൽ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം. അപ്പോൾ ഫീൽഡ് ബസ് എന്ന് പറയുന്നത് ഏതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ കൺട്രോളിനും ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിനും വേണ്ടിയിട്ടാണ് ഫീൽഡ് ബസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു I2C ബസ് എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റത്തിനകത്താണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതായത് നമ്മുടെ CAN എന്ന് പറയുന്നത് കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഇലക്ട്രോണിക്സ് ഡിവൈസസിനകത്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫീൽഡ് ബസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ കൺട്രോളിനും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിനും വേണ്ടിയിട്ടായിരിക്കും. ദ ഹൈ സ്പീഡ് എത്തർനെറ്റ് സ്റ്റാൻഡേർഡ് ഈസ് യൂസ്ഡ് ഫോർ ബാക്ക്ബോൺ നെറ്റ്വർക്ക്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ്. ഇൻഡസ്ട്രിയൽ പ്ലാന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബാക്ക്ബോൺ നെറ്റ്വർക്കായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇത്തർനെറ്റ് സ്റ്റാൻഡേർഡ് തന്നെ ആണ്. ദിസ് ഈസ് ആക്ച്വലി എ വേരിയേഷൻ ഓഫ് ഇറ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 100 Mbps എത്തർനെറ്റ് സ്റ്റാൻഡേർഡ്. നമ്മുടെ ഫീൽഡ് ബസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 MB/s ആണ്. അങ്ങനെയുള്ളൊരു സ്റ്റാൻഡേർഡാണ് നമ്മുടെ ഫീൽഡ് ബസ്. ഇത്തർനെറ്റ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഫീൽഡ് ബസ് എന്ന് പറയുന്നത് 100 Mbps ഇത്തർനെറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഭവമാണ് ഫീൽഡ് ബസ്. ഇറ്റ് ക്യാൻ ഇൻ്റഗ്രേറ്റ് ഡിവൈസസ് ആൻഡ് സബ് സിസ്റ്റം. നമ്മുടെ സബ് സിസ്റ്റവും നമ്മുടെ ഡിവൈസസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ ഫീൽഡ് ബസ് യൂസ് ചെയ്ത് പറ്റും. അപ്പോൾ ഇറ്റ് ക്യാൻ ഇൻ്റഗ്രേറ്റ് ഡിവൈസസ് ആൻഡ് സബ് സിസ്റ്റം. ഇത്ര മാത്രമേ ഉള്ളൂ ഫീൽഡ് ബസ്സിനെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം. അപ്പോൾ ഫീൽഡ് ബസ് ഇതാണ് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഫീൽഡ് ബസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ കൺട്രോളിനും ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന എത്തർനെറ്റ് തന്നെയാണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 100 MB/s ആണ്. ഇതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഇൻ്റഗ്രേറ്റ് നമ്മുടെ ഡിവൈസിനെയും സബ് സിസ്റ്റത്തിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നെറ്റ്വർക്ക് ബേസ്ഡ് ഡിസൈൻ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.